നമസ്കാരം. ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. നാം ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ആമാശയ ക്യാൻസറിനെ പറ്റിയാണ്. ആമാശയ ക്യാൻസർ പൊതുവെ നമ്മൾ പറയാറ് ഒരു മോശം ക്യാൻസർ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ അത് പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ്. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പേഷ്യന് ലക്ഷണങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷണങ്ങൾ നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടറെ അറിയിക്കണം. ആ ഡോക്ടറെ എൻഡോസ്കോപ്പി ചെയ്യണം. എൻഡോസ്കോപ്പി ചെയ്ത് അതിൻ്റെ ആമാശയത്തിൻ്റെ ഉൾഭാഗം നിരീക്ഷിച്ചിട്ട് അവിടുന്ന് ബയോപ്സി എടുക്കണം. ആ ബയോപ്സി എടുത്തതിന് ശേഷം അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വ്യാപിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇമേജിങ് CT അല്ലെങ്കിൽ MRI എടുക്കണം. എന്നിട്ട് അതിൻ്റെ വ്യാപനം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആമാശയം ഒരു വലിയ അറയാണ്. അപ്പോൾ അത് അന്നനാളത്തിൻ്റെ ജംഗ്ഷൻ, ആമാശയമായിട്ട് ചേർന്ന ജംഗ്ഷൻ തൊട്ട് ആമാശയത്തിൻ്റെ വിസ്തൃതമായ ഭാഗം തൊട്ട് അതിൻ്റെ അവസാനം വരെ, അവസാന ഭാഗം കുറച്ച് ട്യൂബ് മാതിരി ഇരിക്കുന്ന ഒരു ഏരിയയാണ്. വ്യാപിക്കാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിലനിൽക്കാവുന്ന ഒരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഈ രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. ഫോർ എക്സാമ്പിൾ, അന്നനാളവും ആമാശയമായിട്ട് ചേരുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ രോഗി ആഹാരം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പറയുക. മറ്റു ചിലവർക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ വേദന ഉണ്ടാവുകയായിരിക്കും പറയാം. അതേസമയം കുറച്ചുകൂടെ താഴെ ആമാശയത്തിൻ്റെ ഒരു വിസ്തൃതമായ ഏരിയയിൽ ക്യാൻസർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഇറക്കുന്നതിന് പ്രയാസം ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ വേദന ഉണ്ടാകുക ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിറഞ്ഞതായിട്ട് അനുഭവപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ട് രക്തം ഛർദ്ദിക്കുക, അങ്ങനെയാണ് അനവധി. അല്ലെങ്കിൽ അത് പുറകോട്ട് ഫിക്സ് ചെയ്തിട്ട് അത് കൂടുതൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് നട്ടലിൽ വേദന ഉണ്ടാവുക, അങ്ങനെ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ആമാശയത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ട്യൂമർ ഉണ്ടാകുന്നതെങ്കിൽ കൂടുതലും ഛർദിയായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുക. അതായത് ആമാശയത്തിനകത്ത് ആഹാരം ചെന്ന് നിന്നിട്ട് പുറത്തോട്ട് പോകാതെ കുറച്ച് നേരം ഇവിടെ തങ്ങി നിന്നതിന് ശേഷം ഛർദ്ദിച്ച് പുറത്ത് കളയുന്നൊരവസ്ഥ, വേദന വന്നായിരിക്കും കൂടുതൽ ഛർദ്ദിക്കുന്നത്. ഇതൊക്കെയാണ് ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് രോഗമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഈ കണ്ടുപിടിച്ചാൽ അത് ഏർലി സ്റ്റേജിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സർജറി തന്നെയാണ് അതിൻ്റെ മാർഗം. പക്ഷേ സർജറിക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം സർജറി ചെയ്യാൻ. കാരണം വെച്ചാൽ വയറ്റിൽ ചെയ്യുന്ന സർജറികളെ മറ്റ് സർജറികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സങ്കീർണത കൂടിയത് കാരണം എന്ന് വെച്ചാൽ, അതായത് ഇതിന് ചുറ്റും കുറേ കഴലകളുണ്ട്. ആ കഴലകളെ പല സ്റ്റേഷൻസായിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിനെ 1, 2, 3, 6 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 16 വരെ സ്റ്റേഷൻസായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഓരോ ലൊക്കേഷനും അനുസരിച്ചിട്ട് ഇന്ന സ്റ്റേഷനിലുള്ള കഴലകൾ, നോഡുകൾ നമ്മൾ ഇംഗ്ലീഷ് പറയും, ഈ കഴലകൾ നീക്കം ചെയ്യണമെന്ന് വ്യവസ്ഥാപിതമായ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ ഏരിയകൾ ചിലപ്പോൾ സങ്കീർണമായിരിക്കാം, ചിലപ്പോൾ ലളിതമായിരിക്കാം. അപ്പം ഈ ട്യൂമറിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഈ നോഡുകൾ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പൊതുവെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് D2 ലിംഫഡിനെക്ടമി എന്നാണ്. ലിംഫഡിനെക്ടമി എന്ന് പറഞ്ഞാൽ ഈ കഴലകൾ നീക്കം ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴലകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ സാധാരണമായ ഓപ്പൺ സർജറിയിലൂടെയാണ് നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കീഹോൾ സർജറിയുടെ ആവിർഭാവത്തോടുകൂടി അത് കീഹോൾ സർജറി വഴിയും ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ആമാശയം മൊത്തമായോ ഭാഗികമായോ നീക്കം ചെയ്തതിന് ശേഷം ഈ കഴലുകൾ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നീക്കം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആമാശയത്തെ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിച്ച് ആഹാരം പോകുന്നതിനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഇതെല്ലാം കീഹോൾ വഴിയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം ഈ ട്യൂമറും ആമാശയത്തിൻ്റെ ഭാഗം എല്ലാം കൂടെ വീണ്ടും നമ്മൾ ബയോപ്സിക്ക് അയക്കും. അപ്പോഴാണ് നമുക്കിതിൻ്റെ സ്റ്റേജിങ് പൂർണ്ണമായിട്ടും പിടികിട്ടുക. എത്ര നോട്ട്സിനകത്ത് എത്ര കടലുകൾക്കകത്തോട്ട് വ്യാപിച്ചിട്ടുണ്ട്,
എത്ര കടലകൾ എടുത്തിട്ടുണ്ട്, അതിന് ഇത്ര കടലകൾ എടുക്കണമെന്നും വ്യവസ്ഥാപിതമായ നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയോതെറാപ്പിയോ വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. അപ്പം ഇത് കീഹോൾ സർജറി വഴി ചെയ്യുക വഴി ഈ പറയുന്ന കീമോതെറാപ്പി റേഡിയോതെറാപ്പി മറ്റും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് തുടങ്ങാമെന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കീഹോൾ സർജറി ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് കീഹോൾ സർജറിയിലൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.